നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ രാശിഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ആദ്യമായി മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ ആഴ്ച ചില നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടും. ആരോഗ്യം നല്ലതായിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ പല വശങ്ങളും സന്തോഷത്തോടെ ആസ്വദിക്കാൻ കഴിയും. പഴയ തെറ്റായ ശീലങ്ങൾ മാറ്റാനും പുതിയ നല്ല ശീലങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണിത്. ധനകാര്യമായി പറയുകയാണെങ്കിൽ പഴയ കടങ്ങൾ തിരികെ കിട്ടാനും അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് വഴിയോ അവസരം വഴിയോ ചില വരുമാനം നേടാനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രായം കുറഞ്ഞ അംഗങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകും. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ സഹായിക്കാൻ കഴിയുന്ന സമയമാണിത്. ഇതിലൂടെ വീട്ടിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. സ്നേഹബന്ധങ്ങളിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാമെങ്കിലും പുതിയ ഊർജവും സ്നേഹവും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. പുതിയ ജോലി തുടങ്ങുന്നതിനും നിക്ഷേപം നടത്തുന്നതിനും നല്ല സമയമാണിത്. അത്തരം ശ്രമങ്ങൾ ഭാവിയിൽ ലാഭകരമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. കഠിനാധ്വാനത്തോടൊപ്പം ആത്മവിശ്വാസം കൂടി വരും. അങ്ങനെ ക്ലാസ്സിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുകയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രശംസ നേടുകയും ചെയ്യും. പ്രതിവിധി: ഓരോ ചൊവ്വാഴ്ചയും പാവങ്ങൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ ശുഭഫലങ്ങൾ നൽകുന്നതാണ്. ഇടവൻ രാശി. കാർത്തികയുടെ അവസാന 3 പാദങ്ങൾ രോഹിണി, മകയിരം. ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച ജോലി സ്ഥലത്ത് നിങ്ങളുടെ വികാരങ്ങൾ, പ്രത്യേകിച്ച് കോപം നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ്. രാഹു 10ാം ഭാവത്തിലായതിനാൽ സഹപ്രവർത്തകർ നിങ്ങളെ വഞ്ചിക്കാൻ സാധ്യതയുണ്ട്. അതിലൂടെ തന്നെ ചില തർക്കങ്ങൾ വരാം. ആ സമയത്ത് കടുപ്പമുള്ള വാക്കുകൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രതിച്ഛായയെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ശനി 11ാം ഭാവത്തിലായതിനാൽ പല വഴികളിലൂടെ ധനലാഭം ഉണ്ടാകും. ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിച്ച് ദീർഘകാലത്തിലുള്ളൊരു നല്ല നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഭാവിയിൽ അത് വലിയ ഗുണം നൽകും. കുടുംബവും സുഹൃത്തുക്കളും നിങ്ങൾക്കൊപ്പം ഒരു തൂണ് പോലെ നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. അവരോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളെ മാനസികമായി ശക്തരാക്കും. ജോലിയിൽ വളർച്ചയും നേട്ടവും ഉണ്ടായേക്കാം. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി ശ്രദ്ധയോടെ ചെയ്യുക. മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നേരായും വ്യക്തമായും സംസാരിക്കുന്നത് ഏറെ പ്രയോജനകരമാകും. നിങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ശുദ്ധീകരിക്കുന്ന അത്ഭുതകരമായ ഔഷധം ധ്യാനം. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം ധ്യാനത്തിന് മാറ്റിവെക്കുക. പ്രതിവിധിയായി പ്രതിദിനവും ലളിത സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങൾക്ക് ആത്മീയ ശക്തിയും ശാന്തിയും നൽകും. മിഥുനൻ രാശി. മകയിരത്തിൻ്റെ അവസാന 2 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്നു. ചന്ദ്രചിഹ്നമനുസരിച്ച് രാഹു 9ാം ഭാവത്തിലായതിനാൽ ഈ ആഴ്ച ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഭക്ഷണത്തിൽ കരുതലും മസാലകൾ ഒഴിവാക്കലും യോഗയും വ്യായാമവും അത്യാവശ്യമാണ്. വ്യാഴം 1ാം ഭാവത്തിലായതിനാൽ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ നടപ്പിലാകും. അതിലൂടെ നല്ല സാമ്പത്തിക നേട്ടവും ബാങ്ക് ബാലൻസിൽ വർധനവും ഉണ്ടാകും. എന്നാൽ വാക്കുകളിലും പെരുമാറ്റത്തിലും സൂക്ഷിക്കണം. സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ചെറിയ കാരണങ്ങൾ കൊണ്ടും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. വാക്കുകളിൽ സൗമ്യത പാലിക്കുന്നത് ബന്ധങ്ങളെ രക്ഷിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാപാര വികസനത്തിനായി നൽകിയ വായ്പാ അപേക്ഷ ഈ ആഴ്ച അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഭാവിയിൽ വലിയ വരുമാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാൻ നിരവധി അവസരങ്ങൾ ലഭിക്കും. പക്ഷേ വിനോദത്തിന് സമയം കൂടുതലായി ചിലവഴിച്ചാൽ അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ ഉള്ള സമയം ശരിയായി വിനിയോഗിക്കുക. പ്രതിവിധിയായി ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആരോഗ്യവും മാനസിക ശക്തിയും വർദ്ധിപ്പിക്കും. കർക്കിടകൻ രാശി. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയം ആയില്യം നക്ഷത്രങ്ങളും ചേർന്നതാണ് കർക്കിടകൻ രാശി. ഈ ആഴ്ച ചന്ദ്രൻ്റെ നിലയിൽ ശനി 9ാം ഭാവത്തിലായതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ മുമ്പത്തേക്കാൾ പുരോഗതി അനുഭവപ്പെടാം. ദീർഘകാലമായി അലോസരപ്പെടുത്തിയിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ക്രമേണ
ആശ്വാസം ലഭിക്കും. ശരീര സൗഖ്യത്തോടൊപ്പം മനസ്സിനും കൂടുതൽ ശാന്തി അനുഭവപ്പെടും. എന്നാൽ ചില ദിവസങ്ങളിൽ ചിലവുകൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ധനകാര്യ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വയം ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഈ ആഴ്ച നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നല്ല ഫലങ്ങൾ ലഭിക്കും. ജീവിതത്തിൽ പരിശ്രമം ഒഴിവാക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് അനുഗ്രഹം ഉറപ്പായും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ആരംഭത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ആഴ്ചയുടെ അവസാനം വിജയം അവരുടെ വഴിക്കെത്തും. ആധ്യാത്മിക ശക്തിയും മാനസിക സമാധാനവും നേടുന്നതിനായി പ്രതിദിനം രാവിലെ ശുദ്ധമായ മനസ്സോടെ ഓം സോമായ നമ എന്ന് 11 വട്ടം ജപിക്കുക. ഈ ജപം ആരോഗ്യത്തിനും ധനകാര്യത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥിരതയും അനുഗ്രഹവും നൽകും. ഇങ്ങനെ ഈ ആഴ്ച കർക്കിടകൻ രാശിക്കാർക്ക് പരിശ്രമവും അനുഗ്രഹവും നിറഞ്ഞ സമയമായിരിക്കും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം എന്നിവ ചേർന്നാണ് ചിങ്ങൻ രാശി. ഈ ആഴ്ച ശനി 8ാം ഭാവത്തിൽ എത്തിയതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകാൻ സാധ്യത വളരെയധികമാണ്. എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. അനിയന്ത്രിതമായ പെരുമാറ്റം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കേതു 1ാം ഭാവത്തിൽ വന്നതിനാൽ ചിലവുകൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സഹായത്തോടെ ബജറ്റ് ആസൂത്രണം ചെയ്ത് ചിലവുകൾ നിയന്ത്രിക്കുക. ചിലവുകൾ മുഖ്യ ആവശ്യങ്ങൾക്ക് മാത്രം ഉള്ളതായിരിക്കണം. കൂട്ടുകാരെ ക്ഷണിച്ചുള്ള പാർട്ടികൾ നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കാനുമാകും. ഓഫീസ് ജോലികളിലും പഠനത്തിലും ചില തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ ശ്രദ്ധ പുലർത്തിയാൽ ഇതിനെയൊക്കെ അതിജീവിക്കാം. പ്രണയവും പഠനവും തമ്മിൽ നല്ല സമന്വയം പാലിക്കുക. ആധ്യാത്മിക പ്രതിവിധി: ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുക. ഇത് മനസ്സിനും ശരീരത്തിനും ശാന്തിയും ശക്തിയും നൽകും. കന്നിരാശി. ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങൾ എന്നിവയിൽ ജനിച്ചവരാണ് കന്നിരാശിക്കാർ. ഈ ആഴ്ച രാഹു 5ാം ഭാവത്തിലും വ്യാഴം 10ാം ഭാവത്തിലും വന്നിരിക്കുന്നതിനാൽ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ആരോഗ്യത്തിൽ സൂക്ഷ്മ ശ്രദ്ധ ആവശ്യമുണ്ട്. ചെറിയ അണുബാധകൾ പോലും അവഗണിക്കാതെ പരിചരണം നൽകുക. സാമ്പത്തികമായി നല്ലൊരു കാലഘട്ടമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാം. വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള അവസരവും ലഭിക്കും. എന്നാൽ അധിക വരുമാനം നേടാൻ കുറച്ച് അധിക പരിശ്രമവും ആവശ്യമുണ്ടാകും. കുടുംബത്തിൽ പുതിയ അതിഥിയുടെ വരവ് സന്തോഷവും ഐക്യവും നൽകും. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള മുഴുവൻ കുടുംബവും ഒരുമിച്ച് സമയം ചിലവഴിക്കാനുള്ള അവസരവും ലഭിക്കും. ദാമ്പത്യത്തിൽ പങ്കാളിയെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമം വിജയകരമാകും. മുമ്പ് ഉണ്ടാക്കിയ അകലങ്ങൾ മാറ്റി മനസ്സിലാക്കലും സ്നേഹവും വീണ്ടും ശക്തമാക്കുക. എന്നാൽ ചില സമയങ്ങളിൽ കാര്യങ്ങൾ നിങ്ങളുടെ പദ്ധതി പ്രകാരം നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുക. ആത്മീയമായി പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മനസ്സിന് ശാന്തിയും പ്രചോദനവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വെച്ച് ആസൂത്രിതമായി പഠനം നടത്തേണ്ട സമയമാണ്. ഇതുവഴി ഭാവിയിൽ വലിയ വിജയങ്ങൾ നേടാം. മൊത്തത്തിൽ ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് ശ്രദ്ധ, പ്രാർത്ഥന, കുടുംബസന്തോഷം, സാമ്പത്തിക നേട്ടം എന്നിവ നിറഞ്ഞ കാലഘട്ടമായി മാറും. തുലാം രാശി. ചിത്തിരയുടെ അവസാന 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് തുലാം രാശി. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ചിന്തകൾ, ചില തടസ്സങ്ങൾ പതുക്കെ പതുക്കെ മാറിപ്പോകുന്ന കാലമാണിത്. ദൈവവിശ്വാസവും ആത്മീയ ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ഊർജം നൽകും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ചില നേട്ടങ്ങൾ ലഭിക്കും. പഴയൊരു കുടിശ്ശികയോ വൈകിയൊരു വരുമാനമോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അമിത ചിലവുകൾ കഴിവതും ഒഴിവാക്കുക. അത് ഭാവിയിലേക്ക് സ്ഥിരത കൊണ്ടുവരും. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും നിങ്ങളുടെ പരിശ്രമം വിലപ്പെട്ട ഫലങ്ങൾ നൽകും. പുതിയ പദ്ധതികൾ തുടങ്ങാൻ അനുയോജ്യമായ സമയം. ചിലർക്ക് വിദൂര ദേശത്തു നിന്നോ ഉയർന്ന സ്ഥാനക്കാരിൽ നിന്നോ നല്ല പിന്തുണ ലഭിക്കാൻ ഇടയുണ്ട്. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകാം. പക്ഷേ ആത്മനിയന്ത്രണവും ധ്യാനവും പ്രാർത്ഥനയും അത് മാറാൻ സഹായിക്കും. കുടുംബത്തിലും ബന്ധങ്ങളിലും
സ്നേഹവും ക്ഷമയും മുഖ്യമാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാമെങ്കിലും തുറന്ന് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. ദാമ്പത്യത്തിൽ സൗഹൃദവും വിശ്വാസവും ശക്തമാകും. പ്രണയ ജീവിതത്തിൽ ചിലർക്ക് സന്തോഷ വാർത്തകൾ കിട്ടാൻ ഇടയുണ്ട്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. എല്ലാം അതിൻ്റെ സമയത്ത് നടക്കും. നീ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ആയതിനാൽ ദിവസം ആരംഭിക്കുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. വൃശ്ചികൻ രാശി. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളും ഉൾപ്പെടുന്നതാണ് വൃശ്ചികൻ രാശി. ഈ ആഴ്ച ജോലി സ്ഥലത്ത് പഴയ തീരുമാനങ്ങളുടെ ഫലം വ്യക്തമായി കാണാൻ തുടങ്ങും. ചില തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ ധൈര്യവും പരിശ്രമവും കൊണ്ട് അത് വിജയത്തിലേക്ക് മാറും. സഹപ്രവർത്തകരുമായി ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. അതിനാൽ ആശയവിനിമയത്തിൽ കരുതൽ വേണം. ധനകാര്യത്തിൽ ചിലവുകൾ കൂടാനിടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതലോടെ നീങ്ങുക. കുടുംബജീവിതത്തിൽ വികാരാധിഷ്ഠിതമായ നിമിഷങ്ങൾ ഉണ്ടാകാം. പങ്കാളിയോട് തുറന്നു പറഞ്ഞാൽ ബന്ധം കൂടുതൽ അടുപ്പത്തിലാകും. ദൂരെയുള്ള ബന്ധുക്കളിൽ നിന്നും ഒരു സന്തോഷ വാർത്തയെത്താൻ സാധ്യതയുണ്ട്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാക്കാൻ നിങ്ങളുടെ പങ്കാളിത്തം നിർണായകമാകും. ആരോഗ്യത്തിൽ വിശ്രമക്കുറവ് അല്പം പ്രശ്നമാകാം. അതിനാൽ ഉറക്കം മതിയായ രീതിയിൽ ഉറപ്പാക്കുക. പഴയ രോഗലക്ഷണങ്ങൾ വീണ്ടും പ്രകടമാകാതിരിക്കാനായി ഭക്ഷണക്രമത്തിലും ദിനചര്യയിലും പ്രത്യേക ശ്രദ്ധ വേണം. ശാരീരികമായോ മാനസികമായോ ക്ഷീണം തോന്നുമ്പോൾ ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ സംഗീതം ഉപയോഗിച്ച് മനസ്സിന് ശാന്തി നൽകുക. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യനിറം ഗാഢചുവപ്പ്, ഭാഗ്യദിനം വ്യാഴാഴ്ച, ഭാഗ്യസംഖ്യ 9. ഈ സൂചനകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ഇവ ചേർന്നതാണ് ധനുരാശി. ഈ ആഴ്ച ജോലി സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനിടയുണ്ട്. നിങ്ങളുടെ പരിശ്രമം തിരിച്ചറിയപ്പെടുകയും കരിയറിൽ മുന്നേറ്റം സാധ്യമാകുകയും ചെയ്യും. വിദൂര യാത്രകൾക്കും ഔദ്യോഗിക യോഗങ്ങൾക്കും അവസരം കിട്ടാം. ധനകാര്യത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ തേടാൻ നല്ല സമയം തന്നെയാണ്. പക്ഷേ വലിയ കടങ്ങൾ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഒഴിവാക്കുക. കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. ജീവിത പങ്കാളിയോട് കൂടുതൽ അടുപ്പം ഉണ്ടാകും. ചിലർക്ക് വിവാഹം, നിശ്ചയം അല്ലെങ്കിൽ പൊതുജീവിതത്തിലേക്ക് കിടക്കുന്ന പുതിയ കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഈ ആഴ്ച യാത്രകൾ മൂലം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നാമെങ്കിലും വലിയ ആശങ്ക ഒന്നും തന്നെ വേണ്ട. ശരിയായ വിശ്രമവും ഭക്ഷണക്രമവും പാലിച്ചാൽ എല്ലാം സുഖമായി കടന്നുപോകും. മനസ്സിന് ശാന്തി നൽകാൻ പ്രാർത്ഥനയും ധ്യാനവും സഹായിക്കും. ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യനിറം മഞ്ഞയും, ഭാഗ്യദിനം ഞായറും, ഭാഗ്യസംഖ്യ 3 ഇവയെ പിന്തുടരുന്നത് ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ട് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങളും കുടുംബ സന്തോഷവും ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ശക്തിയും നൽകുന്ന സമയമായിരിക്കും. മകരൻ രാശി. ഉത്രാടം അവസാന പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മകരൻ രാശി. ശ്രമം കൊണ്ട് ജീവിതം മാറ്റുന്നവരാണ് മകരക്കാർ. ശനി ഭരിക്കുന്ന ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വലിയൊരു മാറ്റത്തിൻ്റെ സമയം വരുന്നു. ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. മേലധികാരികളുടെ ശ്രദ്ധ, പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടാതെ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ എല്ലാം താനേ വന്നു ചേരും. ധനകാര്യത്തിൽ ചില ചെലവുകൾ ഉയർന്നേക്കാം. എന്നാൽ അപ്രതീക്ഷിതമായൊരു വരുമാനം നിങ്ങളെ സന്തോഷിപ്പിക്കും. ഭൂമി, വീട്, നിക്ഷേപങ്ങൾ ഇവയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഇത് നല്ല സമയം തന്നെ. ബന്ധങ്ങളിൽ കുടുംബത്തിനോടുള്ള കരുതലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. പങ്കാളിയുടെ പിന്തുണ ജീവിതത്തെ മനോഹരമാക്കും. ഒറ്റയ്ക്കുള്ളവർക്ക് ഹൃദയം സ്പർശിക്കുന്ന ഒരു പുതിയ പരിചയം വന്നു ചേരും. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണവും സമ്മർദ്ദവും ഉണ്ടാകാം. അതുകൊണ്ട് വിശ്രമം, പ്രകൃതിയോട് അടുപ്പം മനസ്സിന് ശാന്തിയും ശരീരത്തിന് പുതുശക്തിയും നൽകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശ്രമിക്കുന്നിടത്ത് വിജയം ഉറപ്പ്. പക്ഷേ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം അത്ര തന്നെ പ്രാധാന്യമാണ്. കുംഭൻ രാശി.
അവിട്ടത്തിൻ്റെ അവസാന 2 പാദങ്ങളും ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദങ്ങളും ചേർന്നതാണ് കുംഭൻ രാശി. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയാണ് കുംഭം. ശനിയും രാഹുവും ചേർന്നാണ് ഈ രാശിയുടെ ആധിപത്യം. കാറ്റിനൊപ്പം ഒഴുകുന്ന ജലധാരയെപ്പോലെ കുംഭക്കാരുടെ ജീവിതവും എല്ലായ്പ്പോഴും മാറ്റത്തിൻ്റെയും നവീകരണത്തിൻ്റെയും വഴികളിലാണ്. ഈ ആഴ്ച നിങ്ങളുടെ പ്രത്യേകമായ ചിന്തകളും വ്യത്യസ്തമായ ആശയങ്ങളും ചുറ്റുമുള്ളവർ അംഗീകരിക്കുന്ന സമയം. നിങ്ങൾക്കൊപ്പം നടക്കുന്നവർക്കും നിങ്ങളുടെ ദൂരദർശന ചിന്തകൾ പ്രചോദനമാകും. ധനകാര്യത്തിൽ ചില പഴയ തീരുമാനങ്ങൾ ഇപ്പോൾ നല്ല ഫലങ്ങൾ നൽകും. പുതിയ പദ്ധതികൾ തുടങ്ങാൻ മനസ്സ് പറയാം, പക്ഷേ അധിക വേഗത്തിൽ പോകാതെ സ്ഥിരത ഉറപ്പാക്കണം. നിങ്ങളുടെ സൗഹൃദപരമായ സ്വഭാവം പുതിയ ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. കുടുംബത്തിനുള്ളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ സമാധാനപരമായ സമീപനം അതെല്ലാം പരിഹരിക്കും. അധികം ചിന്തിക്കുന്ന സ്വഭാവം മാറ്റി ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അതുതന്നെയാണ് ശരീരത്തെയും മനസ്സിനെയും ശക്തമാക്കാനുള്ള മാർഗം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കുംഭക്കാർക്കായി ഈ ആഴ്ച പുതുമ നിറഞ്ഞ സമയമാണ്. ചിന്തകളിൽ നിന്നുള്ള ശക്തി നിങ്ങളെ മറ്റുള്ളവർക്ക് പ്രചോദനമാക്കും. മീനൻ രാശി. പൂരുരുട്ടാതി അവസാന പാദവും ഉത്രട്ടാതി രേവതി ഇവയാണ് മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ. രാശിചക്രത്തിലെ 12ാമത്തെയും അവസാനത്തേതുമായ രാശിയാണ് മീനം. വ്യാഴമാണ് മീനത്തിൻ്റെ അധിപതി. കടലിൻ്റെ ആഴങ്ങളോളം മനസ്സിൻ്റെ ലോകത്തെ കൊണ്ടുപോകുന്നവരാണ് മീനക്കാർ. ഈ ആഴ്ച അവരുടെ അന്തർലോകം പുതിയ അനുഭവങ്ങളും സാധ്യതകളും കൊണ്ട് നിറയും. ജോലിയിൽ സൃഷ്ടിപരമായ കഴിവുകൾ മുൻനിരയിൽ വരും. നിങ്ങൾ പറഞ്ഞ ആശയങ്ങൾക്ക് കൂട്ടുപ്രവർത്തകരുടെ അംഗീകാരം ലഭിക്കും. കല, സംഗീതം, ഗവേഷണം, ആത്മീയത ഇവിടെയെല്ലാം പുതിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനകാര്യത്തിൽ പഴയ പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കും. ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകാമെങ്കിലും വലിയൊരു നഷ്ടമൊന്നും സംഭവിക്കില്ല. പുതിയ നിക്ഷേപങ്ങളിൽ വിവേകം കാണിക്കണം. ബന്ധങ്ങളിൽ കുടുംബത്തോട് കൂടുതൽ സമയം ചിലവഴിക്കേണ്ട സമയം. പങ്കാളിയുടെ കരുതൽ ജീവിതത്തെ ശാന്തമാക്കും. ഒറ്റയ്ക്കുള്ളവർക്ക് പുതിയൊരു സൗഹൃദം ഹൃദയത്തിലേക്ക് സന്തോഷം കൊണ്ടുവരും. ആരോഗ്യത്തിൽ ചിന്തയും ക്ഷീണവും മനസ്സിനെ ബാധിക്കാം. ധ്യാനം, പ്രാർത്ഥന, പ്രകൃതിയോട് അടുപ്പം ഇവയാണ് മനസ്സിന് ആശ്വാസം നൽകുന്ന മരുന്നുകൾ. ഒറ്റവാക്കിൽ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യത്തെയും ഒരുമിപ്പിക്കുന്ന മനോഹരമായ ആഴ്ചയാണ് മീനക്കാർക്ക് മുന്നിൽ തുറക്കുന്നത്. നക്ഷത്രങ്ങൾ വെറും വഴികാട്ടികൾ മാത്രം. ജീവിതത്തെ മനോഹരമാക്കുന്നത് നമ്മുടെ വിശ്വാസവും പരിശ്രമവുമാണ്. ദൈവകൃപയോടെ മുന്നിലെ ദിവസങ്ങൾ പ്രകാശിതമാകട്ടെ. വീണ്ടും വരാം പുതിയൊരു ഫലവുമായി. നന്ദി. സുഖമായിരിക്കുക. സുഖവും സമാധാനവും നിറഞ്ഞ ആത്മീയ യാത്രയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.